എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും നമസ്കാരം. ചിരിയും ചിന്തയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കലോപഹാരമാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. ആസ്വദിച്ച് കഴിയുമ്പോൾ ചിരിക്കുവാനും ചിന്തിക്കുവാനും കഴിഞ്ഞു എന്നൊരു ഫീൽ അത് വളരെ വളരെ വലുതാണ്. ഇപ്പോൾ നിറയെ പോസിറ്റിവിറ്റി നിറഞ്ഞ, നിറയെ സന്തോഷം നിറഞ്ഞ, ചിരി നിറഞ്ഞ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി, നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ പ്രജോത് കലാഭവൻ. വെൽക്കം സർ. ഓക്കെ, കളർഫുൾ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം അല്ലേ? കണ്ടസ്റ്റൻസിനെ വിളിച്ചോട്ടെ. അപ്പോൾ വെൽക്കം. ഇല്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല, അവരറിവുള്ളതല്ലേ, പിഷാരടിക്ക് കാലം അറിവുള്ളതല്ലേ, നന്നായിട്ട് പറഞ്ഞോളൂ. ഇല്ലെന്നേ അച്ഛൻ പറഞ്ഞിട്ടല്ല, പിഷാരടിക്ക് കാലം കഴിവുള്ള ആൾക്കാരല്ലേ, നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്നേക്കാം. കാരണം എനിക്കറിയാം. ഇല്ല, കട്ട് ചെയ്തു അച്ഛൻ, അത് ഞാൻ ശരിയാക്കിയിട്ട് വരുള്ളൂ. സാറടി നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു സഹായം അഭ്യർത്ഥിച്ചാണ് ഇപ്പോൾ വന്നേക്കണത്. ചേട്ടാ, ഞങ്ങള് രണ്ടുപേരും ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്, അത് പറഞ്ഞു നടക്കാറില്ല. അപ്പം ഇനി നിങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു സഹായമാണ്. ഇനി ഒരു സഹായങ്ങളും ചോദിക്കരുത്. അല്ല, സാമ്പത്തികമായി സാംസ്കാരികമായി നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ, പിന്നെ അറിയാം, നിങ്ങൾ പ്രചോദനായാലും താഴെയായാലും ഈ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു കഴിവുണ്ടല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു യുവജന ക്ലബ്ബുണ്ട് ഞങ്ങളുടെ. നിങ്ങളുടെ യുവജന ക്ലബ്ബോ? ആ, നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ, ഇപ്പോഴും നിങ്ങൾ യുവജന ക്ലബ്ബിലുമായിട്ടാണോ നിൽക്കുന്നത്? അല്ല, അതൊരു 40 വർഷം മുമ്പ് രൂപീകരിച്ച ക്ലബ്ബാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു പരിപാടി ഞങ്ങൾ തട്ടിക്കൂട്ടുണ്ട്, ഒരു കലോത്സവം നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു മോണാക്ട് മത്സരമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരും ജഡ്ജസായി വരികയാണെങ്കിൽ അതൊരു ഗംഭീരമായിരിക്കും. പിന്നെ ആ ക്ലബിൽ സ്ഥിരം വാർഷികം നടത്തുമ്പോൾ അവിടുത്തെ കലാപ്രതിഭ ഞാനാണ്. എന്തുപറ്റി പിഷാരടി? കലാനുണ്ടോ? അല്ല, ഞാൻ ക്ലബിന്റെ ഒരു നിലവാരം ഓർത്ത്. അയ്യോ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരേ മനസ്സുള്ള 40 പേര് അവിടെ ഉണ്ട്, കലാകാരന്മാർ. ദൈവമേ, അപ്പൊ നിങ്ങളെ പോലെ വേറെ 39 ആൾക്കാരും കൂടെ ഉണ്ടോ? ഞാനിത് എനിക്കൊരു സംശയം, 40 പേർക്കും ബിസിലുണ്ടോ? ഒരേ സമയത്താണോ ഊതുന്നത്? നമ്മളിത് ഒറ്റ റെയർ പീസാന്ന് ഓർത്താ നിങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. നിങ്ങളെ പോലെ 40 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അത്? യന്ത്രിന്റെ ക്ലൈമാക്സ് പോലെ പോലെ ഒരേപോലെ 10-40 എണ്ണം. അല്ല, അതൊക്കെ പോട്ടെ. അപ്പൊ എന്തായാലും വരുമോ? ജഡ്ജ് ചെയ്യാനായിട്ട് ഞങ്ങൾ വരണം. അപ്പൊ എൻ്റെ ഒരു സംഭവം ഞാൻ ഇവിടെ ഒന്ന് കാണിക്കും. നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ഞങ്ങൾ വരണം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് ഉദ്ദേശം? എന്താണ്? അല്ല, നിങ്ങൾ വരുമ്പോ കൂടുതൽ എന്നെ നിങ്ങളൊന്ന് കാര്യമായിട്ട് ആലോചിക്കാം. അപ്പൊ ഇവിടെ ഞാൻ അവിടെ അവതരിപ്പിക്കണ ആ സാധനം ഒന്നും ഇവിടെ അവതരിപ്പിച്ചോട്ടെ? കാണിച്ചോളൂ. പിന്നെ ഒരു ധാരണ കിട്ടുമല്ലോ എനിക്ക്. എന്റെ മോണാക്ട് ചെയ്യാം. അതെ, മനസ്സുനോദനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോണത് ഒരു രാജാവ് ഒരു അനാഥ ബാലനെ അനാഥ മന്ദിരത്തിൽ നിന്നും വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന് അനാഥ മന്ദിരത്തിലിട്ട് വളർത്തുന്ന അനാഥനായ ഒരു രാജാവിൻ്റെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അവിടേക്ക് ഒരു കുതിരവണ്ടിക്ക് രാജാവ് കൊട്ടാരത്തിലേക്ക് എത്തുന്ന അനാഥ ബാലനുമായി എത്തുന്ന രംഗമാണ് അവിടെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. രാജകുമാരനായി നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുതിരപ്പുറന്ന് ഇറങ്ങി നിന്നിട്ട് ആദ്യമായിട്ട് ബാലൻ, മഹാരാജാവേ, എന്നെ എന്തിനാണ് അനാഥ മന്ദിരത്തിലായിട്ട് വീണ്ടും കൊണ്ടുവന്നാക്കാൻ പോണത്? പിന്നെ എന്തിനു വേണ്ടി ഞാൻ ദത്തെടുത്തു? ഇത് കേട്ടോടുകൂടി രാജാവിന് കോപമാണ്. മോനെ, അങ്ങനെ സംസാരിക്കില്ലടാ, അങ്ങനെ സംസാരിക്കില്ല. നീ ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ കാര്യകാരഗൗരവങ്ങൾ നീ മനസ്സിലാക്കണം. അച്ഛനും അമ്മയ്ക്കും പണമുണ്ടാക്കാനുമുള്ള വ്യഗ്രതയായിരുന്നടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കണം. ഇത് കേട്ടോടുകൂടി എൻ്റെ കഥയിൽ ഞാൻ പറയാത്ത ഒരു മുത്തശ്ശി അതുവഴി നടന്നുപോയി. മോനെ, അങ്ങനെ സംസാരിക്കണം മോനെ. അന്തിയായി മുത്തശ്ശിക്ക് ഈ കൊച്ചിവിടെ നിന്ന് എന്തോരം പണിയെടുത്തരൂടാ, അവനെ കൊണ്ട് അനാഥ ബന്ധത്തിലാക്കില്ല മോനെ, ആന്ധ്രമന്ത്രമാണ്. ഇത് കേട്ടോടുകൂടി രാജാവിന് കലിസഹിക്കാൻ വയ്യാതായി. എന്താണ് മുത്തശ്ശി നിങ്ങളെ പറഞ്ഞു പോകുന്നത്? ഞാൻ ഇതോടുകൂടി ഇവനെ ഞാൻ അപ്പൊ തന്നെ ഈ മോൻ, അച്ഛൻ മഹാരാജാവേ, എന്നെ അനാഥ മന്ദിരത്തിലേക്കാക്കാതെ എന്നെ അങ്കംപാടിയിലേക്കാക്കിക്കൂടെ?
ഇത് കേട്ടത് ഉടനെ മഹാരാജാവ് വാള് ഉറിയിൽ നിന്ന് ഊരിയെടുത്തിട്ട് പറഞ്ഞു, എന്ത് ധിക്കാരോ നീ പറഞ്ഞത്? നിന്നെ ഞാൻ അങ്കമ്പാടിയിലല്ലടാ, നിന്നെ ഞാൻ മലർവാടിയിൽ കൊണ്ടുവന്നാക്കൂടാ. ഇത് പറഞ്ഞോടെ കുതിരപ്പുറത്തേക്ക് മോനെ ഇട്ടുണ്ട് ഈ രാജാവ് കടന്ന് യാത്ര തിരിക്കുകയാണ്. ഇതോടുകൂടി എൻ്റെ മോണായിട്ട് അവസാനിച്ചു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും ഒരു സന്ദേശം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. മദ്യപാനം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അനീതിക്കെതിരെയാണ് ഞാൻ ഈ സന്ദേശം അർപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സമ്മാനവും ഞാൻ അനാഥ പിള്ളേർക്ക് സംഭാവന ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും നല്ലതായിരുന്നു. നിങ്ങൾ സ്റ്റേജ് മുഴുവൻ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. വളരെ നല്ല മോണായിട്ടായിരുന്നു, ഗംഭീരമായിരുന്നു. അടിപൊളിയാണ്. എനിക്ക് അവസാനത്തെ സന്ദേശം അത് പിടിച്ചാൽ കിട്ടാത്ത സന്ദേശമായി പോയി. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. പൂർത്തിയാക്കി ഒരു കലാരൂപം പൂർത്തീകരിക്കാറില്ല ആരും. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറയും. എന്തെങ്കിലും വെറുതെ നല്ലതായിരുന്നു. അതെ, അങ്ങനെ നല്ലായിരുന്നു പറയല്ലേ. അല്ല, കുതിരയുള്ള വരവൊക്കെ എന്ത് രസമായിരുന്നു. അല്ല, ഒന്നും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറവുകൾ കണ്ടുപിടിക്കുന്നു. അതല്ല എൻ്റെ ഒരു എന്നാലൊരു കലാരൂപം പൂർത്തിയാവുള്ളൂ. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുതിര വന്നതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. കുതിര എന്ന് പറഞ്ഞാൽ നമ്മൾ സിംബോളിക്കായിട്ട് കാണിച്ചാൽ മതി. ഇത്രയും ഓടിക്കിടന്നാൽ മൈക്ക് ഒരിടത്തല്ലേ, മൈക്കിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. മാത്രമല്ല, ഈ മുത്തശ്ശിയുടെ കഥാപാത്രം അതിലില്ലായിരുന്നു, അത് ഇടയിൽ കയറി വന്നതാണ്. രാജാവിൻ്റെതായിട്ടൊരു പ്രൗഢി ഇല്ലായിരുന്നു. അതെ, പിന്നെ ഈ മോഡുലേഷൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇച്ചൂരുടെ പെർഫെക്ഷൻ കിട്ടിയേനെ. രാജാവും മകനും പിന്നെ അതുപോലെ മുത്തശ്ശി വരുന്ന തന്നെ ആ ടൈമിംഗ് ഒന്ന് തിരിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ അത് ഇച്ചിരി രസമായി. അത്ര പോരായിരുന്നു, കൊള്ളൂലായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞെങ്കിലും ആത്യന്തികമായിട്ട് അത് അത്ര ഫിനിഷിംഗ് ഇല്ലാത്ത, വളരെ ബാലിശ്യമായിട്ടുള്ള, മത്സരങ്ങളിൽ അവതരിപ്പിക്കാൻ കൊള്ളാത്ത ഒരു മോണായിട്ടായിട്ടാണ് തോന്നിയത്. അച്ഛൻ പറഞ്ഞത് ശരിയാണ് അച്ഛാ. കാരണം ഞാനിവിടെ അടിപൊളി പ്രകടനം ചെയ്തിട്ടേ ഇവർക്ക് ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ അത്ര പോരാ, ശരിയായില്ല. അവരോരോ കുറ്റങ്ങളാണ് പറയുന്നത്. ഇവിടെ നിന്നിട്ട് അവരെൻ്റെ അടുത്തോണ്ട് കുതിരയുടെ കുളമ്പടി ശബ്ദം പോരാ, പിന്നെ മുത്തശ്ശി ഗ്രിപ്പില്ല, രാജാവിൻ്റെ തൊപ്പി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെട്ടൊക്കെ. നമുക്ക് വേറെ ആരെങ്കിലും നല്ല കഴിവുള്ള ടീമിനെ വിളിക്കാതെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഫസ്റ്റ് അടിക്കും. അത് ഞാൻ ശരി. ടൈമിന്റെ വേദിയിൽ ഇന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അനന്ത് കൃഷ്ണൻ ആൻഡ് നവീൻ. Let's welcome them onto the floor. Once upon a time. Once upon a time. Once upon a time. Once upon a time. So Prajudeta, this is Anand Krishnan, Naveen. രണ്ടുപേരും തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. അമ്മാവ, അവര് രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. അമ്മാവൻ വല്ലതും കൽപ്പിച്ചിരിക്കുന്നുണ്ടോ? ഞാൻ മൂന്നും കൽപ്പിച്ചാ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാ വിസിലടി. ഓക്കെ, നമ്മുടെ നാട്ടിൽ കുറച്ച് കാലം മുമ്പ് വരെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ച ഒരാളുണ്ട്, കോക്കാച്ചി. ഈ കോക്കാച്ചി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തത്. പക്ഷേ ഈ കോക്കാച്ചിയുടെ സ്ഥാനം ഇന്ന് മൊബൈൽ ഫോൺ ഏറ്റെടുത്തു. കാരണം കുട്ടിയുടെ കയ്യിലൊരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ചോറ് കഴിപ്പിക്കണം എന്ന് വിചാരിച്ചാലും അത് സിമ്പിളായിട്ട് കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റും. കുട്ടി പോലും അതറിയില്ല. മൊബൈൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം, അത്രയ്ക്ക് തന്നെ. അപ്പോൾ ഞാനൊരു ദിവസം വളരെ അത്യാവശ്യമായിട്ട് എൻ്റെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ഞാൻ ഫോൺ എടുത്തില്ല, കാരണം നിർത്താൻ സമയമില്ല. വീണ്ടും റിങ് ചെയ്തു, എടുക്കുന്നില്ല. അങ്ങനെ ഒരു 4-5 തവണയായപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ അത്യാവശ്യക്കാരാണെന്ന്. അപ്പോൾ ഞാൻ വണ്ടി നിർത്താതെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. കസ്റ്റമർ കെയറിൽ നിന്ന് ഓഫർ പറയാൻ വിളിച്ചായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഇതൊരു പോലീസുകാരൻ കണ്ടു, ഫൈൻ അടയ്ക്കേണ്ടി വന്നു. അന്നത്തെ ദിവസത്തെ രാവിലെ തുടക്കം അങ്ങോട്ട് പോയി കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വീടെത്താണ്. വീട്ടിൽ അതിനേക്കാളും വലിയ പ്രശ്നം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന 5 കോളിൽ അവസാനത്തെ മാത്രമായിരുന്നു കസ്റ്റമർ കെയർ. ബാക്കി മുഴുവൻ എൻ്റെ ഭാര്യ വിളിച്ച കോളായിരുന്നു. അന്ന് എനിക്ക് കോളായി. ഈ മൊബൈലിൻ്റെ ദൂഷ്യവശം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അന്ന് അങ്ങോട്ട് മനസ്സിലായി. പിന്നെ ചില ആളുകളുണ്ട്, ഫുൾ ടൈം മൊബൈൽ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. ചുറ്റൊന്നുമില്ല, അവർ നമുക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വാട്സപ്പ് ചെയ്യണം, എന്നാലും റിപ്ലൈ കിട്ടുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് കുറച്ച് കാലം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു ഭാര്യയും ഭർത്താവും ഇതേപോലെ ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടേക്ക് ബസ് കയറാൻ വേണ്ടി വന്ന് ഇവർ ബസ്സൊക്കെ കണ്ടുപിടിച്ചു. മൊബൈലിലാണ് ശ്രദ്ധ മുഴുവൻ. ഭാര്യ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറി, ഭർത്താവ് ബാക്ക് ഡോറിൽ കൂടെ കയറി. വണ്ടി എടുത്തു, വണ്ടി പാലക്കാടെത്തി. ഭാര്യ നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല. ആകെ പ്രശ്നമായി. ഭാര്യ വേഗം ഭർത്താവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഭർത്താവുണ്ട്, ഗുരുവായൂർ നിൽക്കണു. സംഗതി എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ മിനി ബസ്സുള്ള സമയമാണ്.
ഈ 2 മിനി ബസ് ഇങ്ങനെ ലൈനായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. ഭാര്യ ഫ്രണ്ടത്തെ ബസ്സിലും കയറി, ഭർത്താവ് ബാക്കത്തെ ബസ്സിലും കയറി, രണ്ട് വഴിക്ക് പോയി. ഈ മൊബൈലിനെ പറ്റിയുള്ള ഇങ്ങനെയുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് വലിയ ആളായിട്ട് ഞെളിഞ്ഞു എന്ന് പറയണം ഞാനും, എൻ്റെ മുമ്പിലിരിക്കണം നിങ്ങളെല്ലാവരും. ഇപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പം മൊബൈൽ എടുത്ത് നോക്കുന്നുള്ള വലിയൊരു സത്യമാണ്. ഓക്കെ, താങ്ക് യു നവീൻ. നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് ബാക്കിയുണ്ടെന്ന് പറയാം. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. അനന്തകൃഷ്ണൻ. നമസ്കാരം ചേട്ടാ. എൻ്റെ പേര് പോലെ തന്നെ അനന്തമായ കേൾവിശക്തിയാണ് എനിക്ക്. ഞാൻ നന്നായിട്ട് കേൾക്കും. ആദ്യം അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കുമായിരുന്നു, പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് സാർമാരായി, ടീച്ചർമാരായി, പിന്നെ നാട്ടുകാരായി. അങ്ങനെ എൻ്റെ ഈ കേൾവിശക്തി അറിഞ്ഞ് എൻ്റെ ഫ്രണ്ട് ചാക്കോ എനിക്ക് സജസ്റ്റ് ചെയ്തു ക്ലബ് ഹൗസ്. പറ്റിയ സ്ഥലമാണ് ചേട്ടാ. ഞാൻ അവിടെ ചെന്ന് കയറി കൊടുത്തു. അവിടെ ചെന്നപ്പോൾ തന്നെ പെരുന്നാൾ പോലെയാണ്, ചർച്ചകളുടെ ബഹളമാണ്. അത് ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കവലപ്രസംഗം കേൾക്കുന്ന പോലെയാണ്. പക്ഷെ ഒരു കവലപ്രസംഗമൊക്കെ നമുക്ക് കേൾക്കാം. ഒരു 10-32 കവലയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നമ്മൾ എങ്ങനെ ഇത് മുഴുവൻ കേൾക്കും? അപ്പം എനിക്ക് ആദ്യം ഇത് കേൾക്കണമല്ലോ, നമ്മൾ കേട്ടിട്ട് വേണമല്ലോ ഇതിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പം ഞാൻ അതിൽ കയറിയിട്ട് എനിക്ക് പറ്റിയത് ഏതാണെന്ന് നോക്കി. എനിക്ക് കേട്ടിരിക്കാനും പറ്റും, എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയൊരു ഗ്രൂപ്പ്, ഇൻട്രോവേർട്സിന് സ്വാഗതം. അപ്പം പറഞ്ഞു കൊള്ളാം, കേട്ടിരിക്കാം. കയറി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ചേട്ടാ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ തപ്പിപ്പോയി, നമ്മൾ നിർത്തരുതല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ചർച്ചകളൊക്കെ ചേട്ടാ, ഓസോൺ പാളിയും ഓമന കുഞ്ഞമ്മയും തീതുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുന്നത്. ഞാൻ കയറി നോക്കി, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ലുട്ടാപ്പിയും വർണ്ണവിവേചനം, അത് വലിയ രാഷ്ട്രീയം പറച്ചിലായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് നോക്കി പോയപ്പോൾ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റ് വന്നു. നോക്കിയപ്പോൾ ചൊവ്വയും ചൊവ്വാദോഷവും ഒരു ജോത്സ്യനിരുന്ന് ഭയങ്കരമായിട്ട് പറയുന്നു. ഞാൻ കയറിയ പുള്ളി ചന്ദ്രനിൽ ചോദിയിൽ ഭീതി, ചോദിച്ച് വന്നവൻ കണ്ടം വഴി ഓടി. പുള്ളി കബഡിയൊക്കെ എടുത്തിട്ട് കണ്ടമാനം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് കൈ ഇങ്ങനെ പൊക്കിയിട്ട് കാത്ത് നിന്നൊരു ചാൻസ് കിട്ടിയപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എൻ്റെ അമ്മയ്ക്ക് കോവിഡിന് വാക്സിനേഷൻ എടുക്കും, ഒരു മുഹൂർത്തം കുറിച്ച് തരാമോ? പിന്നെ ചൊവ്വയ്ക്കൊക്കെ സുഖമായിട്ടിരിക്കുമെന്ന് വെച്ചു. അവിടെ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോലും പോയിട്ടില്ല. പുള്ളി അപ്പം തന്നെ എന്നെ ചവിട്ടി പുറത്താക്കി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോയപ്പോൾ എനിക്കറിയാവുന്ന ഒരു പ്രമുഖൻ ഒരു ഗ്രൂപ്പിലിരിക്കും. അത് കണ്ടാൽ നമ്മൾ കയറണമല്ലോ, നമ്മൾ കയറിപ്പോവും. ഇവൻ ഉഡായിപ്പാണ്, അതെനിക്കറിയാം. അപ്പോൾ ഇവൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയാനൊരാഗ്രഹം. ഞാൻ അതിൽ കയറിയപ്പോൾ ഇവൻ ഭയങ്കര രാഷ്ട്രീയം പറയുന്നു. ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണം, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന ക്രൂരതയല്ല ഇത്, സോഷ്യലിസ്റ്റിൻ്റെ ആധുനികവൽക്കരണത്തിൽ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായ രാഷ്ട്രീയം. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നെ, ഈ ഉടായ്പാണ് ഈ കിടത്ത് പറയുന്നത് ആലോചിച്ചിട്ടേ ഞാൻ ഇറങ്ങിപ്പോകാൻ നേരത്ത് വെറുതെ ആ ഗ്രൂപ്പിൻ്റെ പേര് നോക്കിയപ്പോൾ മുട്ടപ്പഫ്സിലെ പകുതി മുട്ടയുടെ രാഷ്ട്രീയം. അപ്പോൾ ഇത് കേട്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ല എന്തും കേൾക്കുമെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് കേൾക്കേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ എൻ്റെ തലച്ചോറ് ചകിരിച്ചോറായി. മാങ്ങ ഏതാ തേങ്ങ ഏതാന്ന് അറിയാൻ പാടില്ലാതെ. താങ്ക്സ് ടു ക്ലബ് ഹൗസ്. കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ വീട് പഠിക്കൽ, ഈ തുണി, പാത്രങ്ങൾ, അതുപോലെ തന്നെ ചില ഗൃഹോപകരണങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോഴും അതുണ്ട്, പക്ഷെ പഴയ പോലെ അത്ര അങ്ങോട്ട് കോമൺ അല്ല. പക്ഷേ ഈ മൊബൈലിൻ്റെ വരവോട് കൂടിയിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള പേരിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിപുലമായി. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് നേരിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനേക്കാളും വില കുറവായിരിക്കും ഓൺലൈനായിട്ട് വാങ്ങുന്ന സാധനം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഗിത്താർ ക്ലാസ്സിന് ചേർന്നു. ഇവന് ഗിത്താർ വാങ്ങാനായിട്ട് ഞാൻ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി ഇവൻ്റെ കൂടെ. ഇവനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഗിത്താർ ഇഷ്ടപ്പെടാനായിട്ടല്ല, ഇതിൻ്റെ വില ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ ചെറിയൊരു പിശുക്കനാണ്. ഇവന് എളുപ്പത്തിൽ വില കുറഞ്ഞ് ഒരു ഗിത്താർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തു. 800 രൂപയ്ക്ക് നല്ല കിട്ടിക്കൻ ഗിത്താർ. അപ്പോൾ ഈ കടക്കാർ മുഴുവൻ കള്ളന്മാരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇവൻ വേഗം ഈ സാധനം ഓർഡർ അയച്ചു. 4-ാം ദിവസം സാധനം വന്നു. ഗിത്താറിൻ്റെ ഷേപ്പുള്ള താക്കോല് തൂക്കണ പാലക. 150 രൂപയ്ക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സാധനം 800 രൂപയും കൊടുത്തിട്ട് ഇവൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാൾ നമ്മൾ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡിൽ മൊബൈൽ കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിച്ച് സംസാരിച്ച് അവസാനം മൊബൈൽ എടുത്ത് താഴ്ത്തിട്ടിട്ട് ചവിട്ടിയിട്ടൊരു പോക്ക്. മൊബൈലിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളൊന്നിലും ഓവറാവരുത്. ഞാൻ ഒരു തവണ ഓവറായിട്ട് ഭക്തി കാണിച്ചിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോവാണ്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരു 5-5:30ക്കാണ് പോകുന്നത്. അത്യാവശ്യം ഇരുട്ടൊക്കെ ഉള്ള സമയമാണ്. അമ്പലത്തിൽ പോയവർക്കറിയാം താഴത്താണ് അമ്പലം, സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം. അപ്പം ഞാൻ ഭക്തി മൂത്തിരിക്കുകയാണ്, ഭയങ്കര ഭക്തിയാണ്. ഇറങ്ങിപ്പോകുന്നു. ആദ്യം കണ്ട പ്രതിഷ്ഠയുടെ മുമ്പിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ താഴെയുള്ള ഒരു പ്രതിഷ്ഠയും വെറുതെ വിട്ടില്ല. നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പറ്റാവുന്ന വഴിപാടെല്ലാം കഴിച്ച് തിരിച്ച് കയറി വരികയാണ്. നല്ല വെളിച്ചമുണ്ട്. ഞാൻ കയറി വന്നു. ആദ്യത്തെ പ്രതിഷ്ഠ ഒന്നും കൂടി പ്രാർത്ഥിച്ചു. അമ്പലത്തേക്ക് വെള്ളം അടിക്കണ പമ്പ്.
അത് നല്ല തറയൊക്കെ കെട്ടി ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് പുറകിൽ വന്ന് കുറേ പേര് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. Okay, now അനന്തകൃഷ്ണൻ. ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ക്ലബ് ഹൗസ് ചർച്ചകൾ കേട്ട് കുറച്ച് വിവരം കിട്ടുമെന്ന് വെച്ചു. ഒരു വാഴയ്ക്കും കിട്ടില്ല. അപ്പം ഞാൻ ആ പരിപാടി നിർത്തി. എന്നിട്ട് ഞാൻ യൂട്യൂബിലേക്ക് വന്നു. അവിടെ ഇപ്പോൾ തരംഗം എന്ന് പറഞ്ഞാൽ അനാലിസിസ് വീഡിയോ ചെയ്യും. അപ്പം ഒരു സിനിമയേക്കാൾ കൂടുതൽ ഇപ്പം മൂവി അനാലിസിസ് റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒരെണ്ണം കാണാമെന്ന് വെച്ച് ഒരു പറ്റിയ ചാനൽ കിട്ടി, അനലിസ്റ്റ് സിംഹം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു, ജല്ലിക്കെട്ട് മൂവി അനാലിസിസ്. ഇതിൽ കയറിയപ്പോൾ തന്നെ പുള്ളി തുടക്കത്തിൽ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല. വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീഷേ സിനിമ മാത്രമാണിത്. ഇതിൽ മധുവിൻ്റെ പ്രകടനം ചെമ്മീനിൽ അത്രത്തോളം നിലവാരത്തിലേക്ക് എത്തിയില്ല. ഞാൻ ആലോചിച്ച് ജല്ലിക്കെട്ടിൽ ഏത് മധുവടെ. എന്നിട്ട് ഞാൻ കമൻ്റ് എടുത്ത് നോക്കിയപ്പോൾ എടേ നീ കണ്ടത് വള്ളിക്കെട്ട്, ഇത് ജല്ലിക്കെട്ട് പടമെങ്കിലും കണ്ടിട്ട് വന്ന് അനാലിസിസ് ചെയ്യണേന്ന് പറയും. അത് കഴിഞ്ഞ് എനിക്ക് പ്രതീക്ഷ കഴിയില്ല. ഞാൻ എൻ്റെ ഒരെണ്ണോടെ കാണാമെന്ന് വെച്ചാൽ അടുത്തെടുത്തപ്പം ലൂസിഫർ മൂവി അനാലിസിസ് എന്ന്. അപ്പോൾ ഞാൻ ഇതെടുത്ത് നോക്കി പ്രതീക്ഷയോടെ കാണാം. അപ്പോൾ ഇവൻ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, എനിക്ക് ഈ പടം തീരെ ഇഷ്ടമായില്ല. വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീഷേ സിനിമ മാത്രമാണിത്. ഇതിൽ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നു. പക്ഷേ തന്തയെപ്പറ്റി ഈ സിനിമയിൽ ഉടനീളം മുഴുവൻ സംശയം മാത്രമാണ്. സത്യത്തിൽ ഇതിലെ സംവിധായകനും എഴുത്തുകാരനും ഉപയോഗിച്ചിരിക്കുന്നത് പണ്ട് മണവാളൻ പുലിവാൽ കല്യാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ്. അച്ഛനാരാണെന്ന് അറിയണം എന്ന് കരയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ച് തന്ന് പൊട്ടിച്ചിരിപ്പിക്കുമായിരുന്നു എൻ്റെ പൊന്നമ്മച്ചി. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛനെ പള്ളിയിൽ അച്ഛൻ. അപ്പം ഇവൻ്റെ മൂവി അനാലിസിസ് പരാജയമാണെന്ന് തോന്നി. ഞാൻ വേറൊരു അനാലിസിസ് യൂട്യൂബ് ഇങ്ങനെ തരുമല്ലോ റെക്കമെൻഡേഷൻ. അപ്പോൾ ഞാൻ അടുത്ത് നോക്കി ഇവൻ്റെ സച്ചിൻ ടെണ്ടുൽക്കർ അനാലിസിസ്. ഇവൻ കയറിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, എനിക്ക് ഇയാളുടെ ബാറ്റിംഗ് ഇഷ്ടമല്ല. വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീഷേ ബാറ്റ്സ്മാനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ നടുക്ക് മാത്രമാണ് പന്ത് കൊള്ളുന്നത്. സ്വന്തം ബാറ്റ് പോലും മുഴുവനായി ഉപയോഗിക്കാൻ അറിയാത്തൊരു പ്ലെയറാണ് ഇദ്ദേഹം. എന്തിന് ഇന്ത്യൻ ടീമിൽ എടുത്തെന്നൊക്കെ. അപ്പോൾ ഇവൻ്റെ അനാലിസിസ് എനിക്ക് കേൾക്കില്ല. ഞാൻ നിർത്തി. പോണതിന് മുമ്പ് യൂട്യൂബ് തരുമല്ലോ. അപ്പോൾ ഞാൻ അടുത്തത് വന്നപ്പോൾ വേറൊരുത്തൻ്റെ ജല്ലിക്കെട്ട് മൂവി അനാലിസിസ് ഭയങ്കര റീച്ചും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് പറ്റിയതാണ്, കയറി. അപ്പോൾ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു ഈ പടം എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി. അപ്പോൾ ഞാൻ പുള്ളി ബാക്കി ഈ പടം എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഇതിൽ മുഴുവൻ പാളിച്ചകളാണ്. പ്രശസ്തൻ ബ്രിഞ്ചാൾസ്കി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് കേട്ടതോടെ ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ഇത് നമുക്ക് ഉള്ള വിവരം കൂടെ ഇല്ലാതാവും തോന്നുന്നു. അതുമാതിരത്തെ വാക്കുകളും അനാലിസിസ് ലോയൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വിവരമുള്ള ആരെങ്കിലും ചിന്തിച്ച് എഴുതിയ ഏതെങ്കിലും പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറഞ്ഞത് കേൾക്കുക. അപ്പം ഇതോടുകൂടി ഞാൻ ഈ പരിപാടി സോഷ്യൽ മീഡിയ തന്നെ അങ്ങ് ഉപേക്ഷിച്ച്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴേ അനലിസ്റ്റ് സിംഹം ആഡഡ് ന്യൂ വീഡിയോ. അത് മനുഷ്യനല്ല പുള്ളേ. ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ട് ആ റൂട്ടിൽ അങ്ങ് പോയി. രണ്ടുപേരുടെയും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് റിവ്യൂസ് ഒക്കെ അറിയാം. ഓക്കെ, പ്രചോദേട്ടാ, രമേശ് ഏട്ടാ, രണ്ടുപേരുടെയും ഗംഭീര പ്രകടനമായിരുന്നു. ഇതിനിടയിൽ താങ്കൾ നമ്മളെല്ലാവരും ഫുൾ ടൈം മൊബൈൽ നോക്കിയിരിക്കുന്നവരാന്ന് പറഞ്ഞപ്പോൾ ഡയാന ആണോ എന്നുള്ള പോലെ എക്സ്പ്രഷൻ ഇട്ടു. ഞാൻ അത് ശ്രദ്ധിച്ചു. കാരണം ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നാൽ മാത്രമേ പ്രേക്ഷകർക്ക് അറിയാവുള്ളൂ. ഈ ഒരു സമയം മാറ്റി നിർത്തിയാൽ വാട്സപ്പിൽ നിന്ന് പ്രോവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഉള്ള ഒരേ ഒരാൾ ഡയാനയാണ്. അത്രയും മെസ്സേജ് അയക്കുന്ന, എന്താ ആർക്കാ അയക്കുന്നതെന്നൊന്നും അറിയില്ല, പക്ഷെ സ്ഥിരം ചെയ്യുന്ന ഒരാളാണ് ഡയാന. ഒന്ന് ഞെട്ടി. പിന്നെ നിങ്ങളുടെ ക്ലബ് ഹൗസും പരിപാടികളും എല്ലാം അനന്തകൃഷ്ണൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. താങ്കളും വളരെ നല്ല രീതിയിൽ കുറേ അധികം കാര്യങ്ങൾ ഇത്തവണ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, തീർച്ചയായിട്ടും നവീൻ, അനന്തകൃഷ്ണൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും എന്ന് പറയും. അങ്ങനെ ഓർത്തിരിക്കുന്ന നല്ല ഹ്യൂമറാണ് രണ്ടുപേരും ഇന്നിവിടെ അവതരിപ്പിച്ചെന്നുള്ളത്. രണ്ടുപേരും കാരണം നമുക്ക് ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു, നമുക്ക് വിഷമങ്ങളുണ്ടായി. അതിൽ ഏറ്റവും അധികം വിഷമം ക്രിസോസ്റ്റം തിരുമേനി മരിച്ചത് നമുക്ക് വളരെയധികം നഷ്ടമായി പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു മരണ വീട്ടിൽ അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ഈ എല്ലായിടത്തും ആളാകാൻ നടക്കുന്ന ഒരാളുണ്ട്, ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ഒരാൾ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അവിടെ ഇങ്ങനെ ആളാകാൻ നടക്കുന്നു, എല്ലാവരും പുള്ളിയെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിരുമേനി ഇങ്ങനെ നോക്കിയപ്പം ഇയാളിങ്ങനെ ഈ ബോഡിയെ നോക്കി കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനി ഇയാളോട് ചോദിച്ചു, അലക്സ് ഇപ്പോൾ ആലോചിക്കുന്നത് ആ ബോഡി അവിടെ ഞാൻ കയറി കിടന്നാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും എന്നല്ലേ അലക്സ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം വന്ന് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇദ്ദേഹം ദേഷ്യമായി പോയി. പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇദ്ദേഹം വന്ന് ചോദിച്ചു, അച്ഛൻ ഈ മരണ വീട്ടിലൊക്കെ ഒന്ന് തമാശ പറയുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഈ തമാശയ്ക്ക് മരണമെന്നോ ജന്മമെന്നോ ഒന്നുമില്ല. നല്ലൊരു തമാശയാണെങ്കിൽ അത് ജനിച്ചാൽ ജീവിതത്തിൽ മരിക്കുന്നതിന് വരെ നമുക്ക് ഓർത്തിരിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രത്യേകിച്ച് അനന്തകൃഷ്ണൻ്റെ ഒക്കെ ഒരു മോഡുലേഷൻ കഥ പറച്ചിൽ ഭയങ്കര രസമുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നവീനും അതുപോലെ തന്നെയാണ്. രണ്ടുപേരുടെയും കഥകൾ രസമാണ്. അടിപൊളി. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇവരെല്ലാം ഞാൻ ഇവരുടെ എല്ലാം ആദ്യത്തെ പ്രകടനങ്ങൾ കണ്ടതാണ്, രണ്ടാമത്തെ കണ്ടതാണ്, മൂന്നാമത്തേതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം തോന്നുന്നൊരു കാര്യം,
ഇവർ തന്നെ ഇവരുടെ ആദ്യത്തെ പ്രകടനവും ഇന്നത്തെ പ്രകടനവും എടുത്ത് കണ്ടാൽ സിമ്പിളി പ്ലേ ചെയ്ത് നോക്കിയാൽ ഇവർക്ക് ഇവരുടെ വ്യത്യാസം മനസ്സിലാവും. ഇവരെല്ലാം വളരെ റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴെന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നവീൻ്റെ ആദ്യത്തെ എപ്പിസോഡിലെ പാലക്കാട് ഭാഷയും പ്രകടനങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. രണ്ടുപേരുടെയും പ്രകടനങ്ങൾ വളരെ നല്ലതായിരുന്നു. അതിൽ അത്ഭുതപ്പെടുത്തിയത് അനന്തകൃഷ്ണനാണ്. കാരണം അനന്തകൃഷ്ണൻ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും കൂടെ വലിയ ഡെവലപ്മെന്റ് കാണിച്ചു. കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നവീൻ. രമേശേട്ടാ നമുക്ക് ഫീഡ്ബാക്ക് അറിയാം. അനന്തകൃഷ്ണൻ, നവീൻ, യെസ്. ഈ അനന്തകൃഷ്ണനും നവീനും ഒപ്പത്തിനൊപ്പമാണ് പ്രകടനം ചെയ്തതെങ്കിലും ഏറ്റവും പുതിയ കുറെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്നതും ആ പുതിയ വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതും സർവോപരി കഴിഞ്ഞ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടും പെർഫോം ചെയ്തത് അനന്തകൃഷ്ണനാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഒന്നാമൻ അനന്തകൃഷ്ണൻ, രണ്ടാമൻ നവീൻ. Congratulations to both of you. And ഇവരുടെ പെർഫോമൻസിന് ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനം, ഒരു എളിയ ടോക്കൺ ഓഫ് ലവ് അപ്രീസിയേറ്റ് ഒരുപാട് സന്തോഷത്തോടെ ഈ ക്യാഷ് പ്രൈസ് ഇവർക്ക് നൽകാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെയും പ്രജോദ് ഏട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. Congratulations അനന്തകൃഷ്ണൻ ആൻഡ് നവീൻ. അങ്ങനെ ഒരു സൂപ്പർ ഡൂപ്പർ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. And we will be back with yet another fantabulous episode of Once Upon a Time. Until then, it's bye-bye.